ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഞങ്ങളുടെ ലൗലോലി മരമാണ്. എല്ലാ വർഷവും ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്കും ഇത് പൂത്ത് കായ്ച്ച് നല്ല പഴുത്ത് നിൽക്കും. ഇപ്രാവശ്യം അതുപോലെ തന്നെ അത് പഴുത്ത് നിറച്ച് പഴമായിട്ട് നിൽക്കുകയാണ്. ഇതാണ് നമ്മൾ അച്ചാറിടുന്നത്, വൈൻ ഉണ്ടാക്കുന്നത്. അതായത് ക്രിസ്മസിന് തൊട്ട് ജസ്റ്റ് 1 month ബിഫോർ ഇത് പഴുത്ത് നിൽക്കും. വീടിൻ്റെ പുറവശത്തായിട്ടാണ് ഈ മരം നിൽക്കുന്നത്. ഈ കയറിക്കിടക്കുന്നത് കാച്ചിലിൻ്റെ വള്ളിയാണ്. ഇപ്രാവശ്യവും നിറച്ചുണ്ടായിരിക്കുകയാണ്, നിറയെ പഴുത്ത് നിൽക്കുകയാണ്. ഇതിനെ നമുക്കിനി പറിക്കാം. മരത്തിന് നല്ല പൊക്കമുണ്ട്, അതുകൊണ്ട് തോട്ടി വെച്ച് പറ്റുന്ന അത്രയും പറിച്ചെടുത്തു. പിന്നെ ശേഖരത്തെ പിടിച്ച് നല്ലപോലെ ഒന്ന് കുലുക്കി കൊടുത്തു. അപ്പോൾ ഇതാണ്ട് കുറേ കാകൾ താഴേക്ക് വീണു. അപ്പം ഇത് ഇന്നലെ പറിച്ചെടുത്ത ലവലോലിക്കയാണ്. ഇത് കുറച്ച് നല്ല പഴുത്തതാണ്. ഇത് അത്ര പഴുത്തതല്ല, ഇടയ്ക്കിടയ്ക്ക് പച്ചയുണ്ട്. പക്ഷേ ഇത് വൈനിടാൻ കൊള്ളില്ല. ഇത് വൈനിട്ട് കഴിഞ്ഞാൽ ഭയങ്കര പുളിയായിരിക്കും. നമുക്ക് വൈനായിട്ട് എടുക്കാം, പക്ഷേ ഇത് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് 1-2 ദിവസം കൂടെ കൂടുതൽ പറിച്ചെടുത്ത് എല്ലാം കൂടെ ഒന്നിച്ചാക്കി വൈനിടാം. ഇത് അച്ചാറിടാനായിട്ട്. അപ്പോൾ അച്ചാർ എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ പുളിയാണെങ്കിലും നമുക്ക് നല്ല സോഫ്റ്റായിട്ട്, പുളിയുള്ളത് നല്ല പഴുക്കാത്തതാകുമ്പോൾ ഹാർഡായിരിക്കും. പക്ഷേ അച്ചാറിൽ വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇടാൻ പറ്റുന്ന ടെക്നിക്കുണ്ട്. ആ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അധികം പഴുക്കാത്ത ലവലോലിക്ക മാറ്റി വെച്ചതെല്ലാം കൂടെ അച്ചാറിടാൻ പോവാം. അതിനു വേണ്ടിയിട്ട് അത് സോഫ്റ്റനാക്കാൻ നമ്മൾ തിളപ്പിച്ചാർച്ച വെള്ളത്തിലിടും. അതിനു വേണ്ടി വെള്ളം തിളയ്ക്കാൻ വെച്ചിരിക്കുക. വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ലവലോലിക്ക ഉപ്പിട്ടെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മൾ 2 ബോട്ടിലാക്കി ലവലോലിക്ക അധികം പഴുക്കാത്ത 2 വെച്ചിരിക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടണം. 2ലേക്ക് ഇടുക. അധികം ഇടണ്ട, കാരണം അച്ചാർ ഇടുമ്പോൾ നമ്മൾ എഗെയിൻ ഉപ്പിടുന്നതാണ്. പിന്നെ ഒന്ന് കുലുക്കി എല്ലാം റെഡിയാക്കുക. നമ്മൾ തിളപ്പിച്ച വെള്ളം നന്നായിട്ട് ആറി റൂം ടെമ്പറേച്ചറിൽ എത്തിക്കഴിയണം. എന്നിട്ട് ഇത് ഈ ലവലോലിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ജാറിൻ്റെ മുകൾ വരെ വെള്ളം ഒഴിക്കണം. അതായത് ഈ കാകളെല്ലാം വെള്ളത്തിൻ്റെ അടിയിലായിരിക്കണം. നന്നായിട്ട് സോക്ക് ചെയ്ത് കിടക്കണം. 2 ബോട്ടിലിൻ്റെ അടപ്പുകൾ അടച്ച് ടൈറ്റാക്കി നമ്മൾ വെക്കാൻ പോവാണ്. മിനിമം 1 വീക്ക് ഈ ലവലോലിക്ക ഉപ്പുവെള്ളത്തിൽ കുതിർന്ന് തന്നെ കിടക്കുക. അപ്പം നല്ല സോഫ്റ്റായിട്ട് നല്ല ബൾജായിട്ട് വരും. ഒരാഴ്ച കഴിഞ്ഞപ്പം 1 കുപ്പി ഞങ്ങൾ അച്ചാറിടാൻ വേണ്ടി എടുത്തു. ഞങ്ങൾ എങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് കാണിച്ചു തരാം. ചെറുതായി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്, കരിയാപ്പില, ഇതെല്ലാം എടുത്ത് നേരത്തെ തന്നെ വെച്ചു. ചീനിച്ചട്ടി അടുപ്പി വെച്ച് തീ കത്തിച്ച് നല്ലപോലെ വെള്ളം വറ്റിച്ചെടുത്ത് ഡ്രൈ ആയി. അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കണം. ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കുക. then കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്നിട്ടിട്ട് കറുവറ. അത് കഴിഞ്ഞിട്ട് കരിയാപ്പില ഇടുക. എഗെയിൻ കറുവറ. പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി കൂടെ ആഡ് ചെയ്യുക. ഈ സമയം തീ അങ്ങ് ഓഫ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ലവലോലിക്ക എടുത്തിടുക. കായപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും നോക്കി വെള്ളം നമ്മുടെ കണക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡി. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ചമ്മന്തി. നമ്മുടെ സാദാ തേങ്ങാ ചമ്മന്തി തന്നെ. തേങ്ങയും ഉപ്പും ഉള്ളിയും പച്ചമുളകും ചേർത്തിട്ട് ഈ ലവലോലിക്കയെ മുറിക്കും. ഇതിൻ്റെ അകത്തുള്ള കുരു എടുത്ത് കളയും. എന്നിട്ടാണ് നമ്മൾ ചമ്മന്തിക്ക് അരയ്ക്കുന്നത്. അല്ലെങ്കിൽ ഈ കുരു കടിച്ച് കിടക്കും. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. എന്നിട്ട് നല്ലപോലെ നമ്മുടെ സാദാ ചമ്മന്തി അരയ്ക്കുന്നത് പോലെ തന്നെ അരച്ചെടുക്കുക.
നമ്മുടെ ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. ഇത് ഏതാണ്ട് പിങ്ക് കളറായിട്ടിരിക്കും. ചോറിനൊക്കെ കൂട്ടാൻ നല്ല സൂപ്പർ ചമ്മന്തിയാണിത്. ഇനി വൈൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് നമ്മൾ 1 കിലോ ലവലോലിക്കയാണ് വൈനിടാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. 1 കിലോ ലവലോലിക്കയ്ക്ക് 1.25 കിലോ പഞ്ചസാര വേണം. ഗ്രാമ്പു ഒരു 10 എണ്ണം, ഏലക്ക 10 എണ്ണം, കറുവാപ്പട്ട മീഡിയം സൈസ് ഒരു 3-4 കഷ്ണം, ഗോതമ്പ് 100 ഗ്രാം, ഈസ്റ്റ് ഒരു 1/2 സ്പൂൺ. ഒരു കിലോയ്ക്ക് 2 ലിറ്റർ വെള്ളം വേണം. പാത്രത്തിൽ വെള്ളം വെച്ച് മൂടി വെച്ച് തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ആദ്യമേ കറുവാപ്പട്ട ഇട്ടു, പിന്നെ ഗ്രാമ്പു ഇട്ടു, ഇനി ഏലക്കയാണ്, അതൊന്ന് ചതച്ചിട്ടാണ് ഇടേണ്ടത്. അങ്ങനെ ഇതെല്ലാം കൂടെ ഇട്ട് തിളച്ച് വരുന്നു. വൈൻ ഇളക്കുന്നതിനായി തടിത്തവി തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ അടുത്തത് പഞ്ചസാരയാണ്. 1.25 കിലോ പഞ്ചസാര നമ്മളെടുത്തത് ഇനി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. പഞ്ചസാര മുഴുവനായി അലിഞ്ഞു വരുന്നത് വരെ ശരിക്കും ഇളക്കി കൊടുക്കുക. പഞ്ചസാര കംപ്ലീറ്റ് ഡിസോൾവ് ആയതിനു ശേഷം നമ്മളിനി അടുത്ത പരിപാടി ലവലോലിക്ക ഇടുകയാണ്. അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലവലോലിക്ക എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവൻ ലവലോലിക്കയും ഇട്ടതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റിലേക്ക് മൂടി വെച്ച് തിളപ്പിക്കുക. തുറന്ന് നോക്കുമ്പോൾ പല ലവലോലിക്കയും പൊട്ടി വിടർന്ന് വന്നിരിക്കുന്നത് കാണാം. ഈസ്റ്റും ഗോതമ്പും നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല, അതിനിനിയും സമയമുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന ഗോതമ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെയും ഒന്നുകൂടി ഇളക്കുക. പിന്നെയും അതിനെ ആറാനായിട്ട് മൂടി വയ്ക്കുക. ഇത് തണുത്ത് വന്ന് ഒരു ചെറു ചൂടോടുകൂടി വരുമ്പോഴേക്കും നമ്മൾ വെച്ചിരിക്കുന്ന ഈസ്റ്റ് കൂടി ഇട്ട് കൊടുത്ത് ഇളക്കുക. നല്ലപോലെ തണുത്ത് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന ഭരണികളിലേക്ക് ഒഴിച്ചു വെക്കണം. അടുത്ത ഒരു 15 ദിവസത്തേക്ക് ഡെയിലി ഒരു തടിത്തവി വെച്ച് ഇത് ഇളക്കി കൊടുക്കണം. 21 ഡേയ്സ് കഴിഞ്ഞ് അരിച്ചെടുത്ത് ഉപയോഗിക്കാം.